എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ടീച്ചറുടെയും നമ്മുടെ പോലെയുള്ള കുട്ടികളുടെയും കഥയാണ്. ഒരു ക്ലാസ്സിൽ അപ്പു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പു പഠനത്തിൽ ശ്രദ്ധിക്കാറേയില്ല. ക്ലാസ്സിൽ സംസാരിക്കും, നടക്കും, ഹോംവർക്ക് ചെയ്യില്ല, കൂട്ടുകാരെ ശല്യപ്പെടുത്തും. ഒരു ദിവസം ടീച്ചർ അപ്പുവിനെ വിളിച്ചു ചോദിച്ചു, അപ്പു, നീ എന്തുകൊണ്ടാണ് പഠനത്തിൽ ശ്രദ്ധിക്കാത്തത്? അപ്പോൾ അപ്പു പറഞ്ഞത് എന്താണെന്നോ? എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല ടീച്ചറെ, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ടീച്ചർ അവനെ ശകാരിച്ചില്ല. പകരം സ്നേഹത്തോടെ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും പറയരുത് മോനെ, നിനക്ക് കഴിവുണ്ട്, നീ ശ്രമിച്ചാൽ നിനക്ക് തീർച്ചയായും സാധിക്കും. അപ്പു ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം ടീച്ചർ അവന് ഒരു ചെറിയ ഉത്തരവാദിത്യം നൽകി. ഇന്ന് നീ ക്ലാസ്സിലെ പുസ്തകങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്യണം. അപ്പു അത് വളരെ നന്നായി ചെയ്തു. ടീച്ചർ അവനെ പ്രോത്സാഹിപ്പിച്ചു. വളരെ നന്നായി അപ്പു, നിനക്ക് കഴിയും എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ വാക്കുകൾ അപ്പുവിന് വലിയ സന്തോഷമായി. അന്നു മുതൽ അവന് പതുക്കെ മാറാൻ തുടങ്ങി. ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, കൂട്ടുകാരെ സഹായിക്കാൻ തുടങ്ങി. ഒരു ദിവസം പരീക്ഷയുടെ ഫലം വന്നു. അപ്പുവിന് നല്ല മാർക്ക്. അവന് ഓടിച്ചെന്ന് ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ മോനെ, നിനക്ക് കഴിയും എന്ന്. അപ്പോൾ അപ്പു പറഞ്ഞു, ടീച്ചർ എന്നെ വഴക്ക് പറയുന്നതിന് പകരം വിശ്വസിച്ചു. ടീച്ചറുടെ ഒരു നല്ല വാക്കാണ് എന്നെ മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, ഒരു കുട്ടിയെ നല്ലവനാക്കാൻ ചിലപ്പോൾ വലിയ ഉപദേശങ്ങളൊന്നും വേണ്ട. ഒരു അധ്യാപകന്റെ സ്നേഹവും വിശ്വാസവും ഒരു നല്ല വാക്കും മാത്രം മതി. കുട്ടികളുടെ തെറ്റുകൾ മാത്രം കാണാതെ അവരുടെ കഴിവുകളെ തിരിച്ചറിയുക. ഒരു നല്ല അധ്യാപകന്റെ വാക്കുകൾക്ക് ഒരു ജീവിതത്തെ മാറ്റാൻ കഴിയും. നന്ദി. കൂട്ടുകാരെല്ലാവരും നല്ല ആംഗ്യത്തിൽ അവതരിപ്പിക്കണേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.